Hello friends, Sonal Sajith YouTube channel welcome. My name is Sonal Sajith. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ 1000 ഫാമിലി മെമ്പേഴ്സിനാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. എന്നാൽ മാത്രമേ എനിക്ക് ഈ 1000 ഫാമിലി മെമ്പേഴ്സിന് 10K 100K അങ്ങനെ നേടാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങളെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതേപോലത്തെ പഴയ ജീൻസ്, ഇതിപ്പം നരച്ചിട്ട് കളറൊക്കെ ഡിമ്മായി കിടക്കുന്ന ഒരു പഴയ ജീൻസാണ്. എങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു ജീൻസിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുൾ കളറൊക്കെ ഡിമ്മായി എല്ലാം നരച്ചു, ഫുൾ ബാക്കിലെല്ലാം നരച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു പഴയ ജീൻസിനെ നല്ല പുത്തം പുതിയതുപോലെ ആക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടിയില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ബക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. അതായത് ആ ജീൻസ് പാൻറ്റ് മുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വെള്ളം ഒഴിക്കണം. ഇനി ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കട്ടയപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും എത്രയാണെന്ന്, ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്ന കട്ടയപ്പ് എത്രയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത്ര തന്നെ കട്ടയപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കട്ടയപ്പ് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇതിലെ കളറ് പിന്നീട് ഇത് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വാഷിൽ എന്തായാലും കളർ ഇളകും. അപ്പോൾ അതിന് ശേഷം ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടയപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം ഇളക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വടിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം ഇത് ഇളക്കാനായിട്ട്. അപ്പം നല്ല രീതിയിൽ ഇത് ഇളക്കണം. അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കയ്യിൽ കളറൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഗ്ലൗസ് തന്നെ ഇടുക, അല്ലെങ്കിൽ കൈക്ക് കളറാവും, പിന്നെ അത് പോകാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു കളറാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചത് ഒരു ഫാൻസി ഷോപ്പിൽ നിന്നാണ്. അധികം ഫാൻസി ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്, കുറേ കളറിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ജീൻസ് ബ്ലൂ ആണ്. അപ്പോൾ ഇത് കുറേ കളറിൽ അവൈലബിൾ ആണ്, വയലറ്റ്, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ കുറേ കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിന് ഏകദേശം 10 രൂപയായിട്ടാണ് ഇതിൻ്റെ വില വന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വന്ന ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല ജീൻസിൻ്റെ ഇഷ്ടമില്ല ഏത് കളറിലേക്ക് ആക്കാം. ജീൻസ് മാത്രമല്ല ഷർട്ടും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല പൊടിയാണ്. അപ്പോൾ ആ പൊടിയങ്ങ് നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വടിയായിട്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കണം. നല്ല രീതിയിൽ തന്നെ കുറച്ച് സമയം ഇളക്കണം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ ആ ജീൻസ് പാൻറ്റ് ഇതിലങ്ങ് മുക്കി വെക്കണം. അപ്പോൾ മുക്കി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, കാരണം എല്ലാ ഭാഗത്തേക്കും ഈ കളർ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ കാത്തിക്കണം. അതിനുശേഷം മാത്രമേ ഇത് ഉണക്കാൻ ഇടാൻ പറ്റൂ. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് എന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഓരോ ഭാഗത്തൊന്നും ആയിട്ടുണ്ടാവില്ലായിരിക്കും ചില സമയം. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ഈ സ്പൂണാറ്റം വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ജീൻസ് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാനും വേറൊരു ബക്കറ്റിൽ സാധാ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്, സാധാ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ജീൻസ് പാൻറ്റ് ഇതിൽ നിന്ന് ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റണം. അതായത് നോർമൽ വാട്ടറിലുള്ള ബക്കറ്റിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ആ ജീൻസ് നോർമൽ വാട്ടറിൽ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അധികം മിക്സ് ചെയ്യണ്ട, ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ അധികം പിയാൻ നിൽക്കണ്ട, ചെറിയ രീതിയിലൊന്ന് പിഴിഞ്ഞാൽ മതി. ഇനി അധികം പിയാനൊന്നും പാടില്ല, കാരണം അങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തൊരു അടയാളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിയാൻ പാടില്ല. അപ്പം നമുക്കിതിൽ നിന്ന് നേരെ എടുത്തിട്ട് നേരെ ആറിയിടണം. അപ്പം നമുക്കിനി ഉണങ്ങാൻ വേണ്ടി കാത്തിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ജീൻസ് ഇവിടെ ഉണങ്ങി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല പുത്തൻ പുതിയ ജീൻസ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്.
നല്ല പുത്തൻ പുതിയ ജീൻസ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ഈ ഭാഗത്ത് കുറച്ച് ലൈറ്റ് കളറായിരിക്കും. അതെന്ന് വെച്ചാൽ വാങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു കളറ്. മേലെയും താഴെയും നല്ല ഡാർക്കും നടുക്ക് കുറച്ച് ലൈറ്റും. അത് അങ്ങനെ തന്നെ വാങ്ങുമ്പോൾ തന്നെ അങ്ങനെ കളറ്. അപ്പോൾ അതേപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോനെ തുടക്കത്തിൽ തന്നെ കാണിച്ചിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല രീതിയിൽ കളറ് ഡിമ്മായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഇപ്പം കളർ വന്നിട്ടുണ്ട്. പുത്തൻ പുതിയ ജീൻസ് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും നല്ല ഫ്രഷ് സാധനം പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാനായ ചിലവ് വന്നത് വെറും 10 രൂപ മാത്രമാണ്. ഇതിന് ചിലവും വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും ഇതേപോലത്തെ പഴയ ജീൻസ് ടീഷർട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നല്ല പുത്തൻ പുതിയതാക്കുക, എന്നിട്ട് ഒന്നും കൂടി അത് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടായാലും ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.